ഹലോ എല്ലാവരും തുടരും മൂവി കണ്ടു തീരാറായപ്പോഴേ ഞങ്ങൾ കാണാൻ വന്ന കേട്ടോ. കാര്യം ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കൊട്ടിയത്തോ കൊല്ലത്തോ എങ്ങും ടിക്കറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് തപ്പി പരവൂർ വരെ എത്തി. പരവൂരുള്ള ഒരു പഴയ തിയേറ്ററിൽ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കാണാൻ വരുന്നത്. ഞാനും മോനും കൂടെ ആണ് കേട്ടോ വരുന്നത്, ചേട്ടന് ടൈമില്ലായിരുന്നു. ഇത് പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുത്ത് എൻ്റെ അവൻ്റെ വക പട്ടിഷയാണ് കേട്ടോ. എന്നോട് പറഞ്ഞു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു, കാര്യം അറിയാത്ത സ്ഥലമായതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു. അപ്പം പിന്നെ വെറുതെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് പോയി അടുത്തുള്ള കടയിൽ നിന്ന് ഒരു 2 ജ്യൂസൊക്കെ മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ പഴയൊരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് പോലെയൊക്കെ എനിക്ക് കണ്ടപ്പോൾ തോന്നി കേട്ടോ. ഒത്തിരി പഴയൊരു തിയേറ്റർ കേട്ടോ. അപ്പോൾ വലിയ അങ്ങനെ ആളും തിരക്കും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമേ അകത്ത് കയറ്റി വിട്ടപ്പോഴേ ആശാൻ ഫുഡ് എന്തൊക്കെ കിട്ടുമെന്നാണ് നോക്കാൻ പോയത്. അവിടെ വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യത്തില്ലേ ഫുഡിന്, അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ തിയേറ്ററിന് അകത്തോട്ട് കയറ്റി വിട്ടപ്പോൾ തിയേറ്റർ വലിയ കുഴപ്പമില്ല, നല്ലതായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മൂവിയെക്കുറിച്ച് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. അടിപൊളി മൂവിയാണ് കേട്ടോ. മോഹൻലാലിൻ്റെ ശരിക്കും കുറേ കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ദൃശ്യത്തിന് ശേഷം അതുപോലെ അല്ലെങ്കിൽ അതിന് മേലെ നിൽക്കുന്ന നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടു ലാസ്റ്റ് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ മൂവി. അപ്പോൾ ബ്രേക്ക് ടൈം വന്നപ്പോഴത്തേനും അവിടെ ഒന്നും കിട്ടാനില്ല, എന്നാലും ഈ ഒരു സ്നാക്ക് തൽക്കാലത്തേക്ക് മേടിച്ചു കൊടുത്തു. അവിടെ അതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് വലിയ തൃപ്തിയൊന്നും ആശാനില്ല. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോഴേ അവൻ്റെ ഈ ഒരു സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്ന് നല്ല ചൂട് ചിക്കൻ ഫ്രൈ പൊറോട്ടയൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോയത്.